ഹായ്, വെൽക്കം ടു ഷൈൻ സിയാൻ ആർട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പഫ് ഫ്ലവർ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുപോലെ പഫ് ഫ്ലവർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പാറ്റേൺ വന്ന് വേറെയാണ് കേട്ടോ. ഇത് വേറൊരു പാറ്റേണിലാണ് ഞാൻ പഫ് ഫ്ലവർ ചെയ്തിട്ടുള്ളത്. നേരത്തെ ചെയ്തിട്ടുള്ളത് ഞാൻ ഹെയർ ക്ലിപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഈ പഫ് ഫ്ലവർ ഞാൻ ചെയ്തിരിക്കുന്നതും ഒരു ഹോം ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ. ഒരു 15 മിനിറ്റ്സിനുള്ളിലൊക്കെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഭംഗിയുമാണ് കാണാനായിട്ട്, എളുപ്പവുമാണ്, ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന മാക്സിമം ട്യൂട്ടോറിയൽസും ഞാൻ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടുന്നത്. കാരണം ഇപ്പോൾ പഠിക്കുന്നവർക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ട്യൂട്ടോറിയൽ ഞാൻ കൂടുതൽ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ പഫ് ഫ്ലവർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. ഈ ഫ്ലവേഴ്സിനെയൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് ബാഗ് ചെയ്യാം, ബ്ലാങ്കറ്റ്സ് ചെയ്യാം, സ്വെറ്റേഴ്സ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് ഫ്ലവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ ഫ്ലവർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ പഫ് ഫ്ലവർ ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോകാം. ആദ്യം പഫ് ഫ്ലവർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് യാണാണ്. ഞാൻ 2 കളർ യാണാണ് എടുത്തിരിക്കുന്നത്. അക്രിലിക് യാണാണ് എടുത്തിരിക്കുന്നത്. 3 പ്ലൈ അക്രിലിക് യാണാണ് എടുത്തിരിക്കുന്നത്. റെഡും, ഈ റെഡിൽ വന്ന് ചെറിയ ചെറിയ ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് കുറച്ച് ഷൈനിങ് പോലെ തോന്നുന്നത്. അപ്പോൾ ഈ 2 കളർ യാണാണ് എടുത്തിരിക്കുന്നത്. 3 പ്ലൈ അക്രിലിക് യാണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോട്ടൺ യാണും യൂസ് ചെയ്യാം, തിക്നെസ് കൂടിയ യാണൊക്കെ യൂസ് ചെയ്യാം. 4 പ്ലൈ 6 പ്ലൈ 8 പ്ലൈ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 പ്ലൈ അക്രിലിക് യാണാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഹുക്കാണ്. ഹുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1.4 mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ക്ലിയർ ഇല്ല, എനിക്കിത് മാഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ നമ്പർ എഴുതിയിരിക്കുന്നത് മാഞ്ഞു പോയിട്ടുണ്ട്. 2 mm താഴെയുള്ള ഹുക്ക് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു 2 mm താഴെയുള്ള ഹുക്ക് സൈസ് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന്. ഞാൻ വന്ന് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. 0.5 to 2.5 mm ഉള്ള ഒരു കിറ്റായിട്ടാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ത്രെഡ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. മാജിക് നീഡിൽ, ത്രെഡ് ഷോപ്പ്, പ്രധാൻ എംബ്രോയിഡറി, ഇതിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ യാൺസും ഹുക്കൊക്കെ എവിടെ നിന്ന് വാങ്ങാമെന്നുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തനിയായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറേ കമൻറ്റ്സ് എനിക്ക് വരാറുണ്ട്, യാണ് ഹുക്കൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് കേട്ടിട്ട്. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി തനിയായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സിസറാണ്. ഇത്രയും തിങ്സ് നമുക്ക് മതിയാകും പഫ് ഫ്ലവർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമുക്കിനി പഫ് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോകാം. നമുക്ക് ഫ്ലവർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് കളർ യാണാണ്. 3 പ്ലൈ അക്രിലിക് യാണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് യാണ് വേണമെങ്കിലും യൂസ് ചെയ്യാം. തിക്നെസ് കൂടിയ യാണും യൂസ് ചെയ്യാം, തിക്നെസ് കുറഞ്ഞ യാണ് യൂസ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് 3 പ്ലൈ ആണ്. 4 പ്ലൈ 6 പ്ലൈ 8 പ്ലൈ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. 4 പ്ലൈ 6 പ്ലൈ ആണൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ഫ്ലവേഴ്സ് കിട്ടും. നിങ്ങളുടെ പ്രോജക്റ്റിനനുസരിച്ചിട്ടുള്ള യാണ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ചെറിയ ചെറിയ ഇതുപോലത്തെ സ്മോൾ ഫ്ലവേഴ്സ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 3 പ്ലൈ യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ യാണ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ യാണ് ഏത് തിക്നെസ് 4 പ്ലൈ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹുക്ക് വേണം എടുക്കാനായിട്ട്. എനിക്ക് ഈ 3 പ്ലൈ ആണായതുകൊണ്ട് 2 mm ഹുക്ക് സൈസ് യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ചെറിയ ഫ്ലവറാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് 1.4 mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്.
നിങ്ങളുടെ പ്രോജക്റ്റിനനുസരിച്ചിട്ടുള്ള യാണും ആ യാണിനനുസരിച്ചിട്ടുള്ള ഹുക്കും നിങ്ങൾ ചൂസ് ചെയ്താൽ മതിയായി. അപ്പോൾ നമുക്കിനി ഫ്ലവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം റെഡ് കളർ യാൺ എടുക്കുക. യാൺ എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാജിക് റിംഗ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു യാൺ എടുക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ടെയിൽ സൈഡും റൈറ്റ് സൈഡിൽ വരുന്നത് വർക്കിംഗ് സൈഡും ആണ് കേട്ടോ. ഈ വർക്കിംഗ് സൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം ഈ ടെയിൽ സൈഡ് വരേണ്ടത്. ഇങ്ങനെ വേണം യാൺ ഹോൾഡ് ചെയ്യേണ്ടത്. യാൺ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ക്രൂഷ്യ ഫോർ ബിഗിനേഴ്സ് എന്ന പ്ലേലിസ്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്കിനി തുടങ്ങാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് മാജിക് റിംഗ് ആണ്. നമുക്ക് ഫസ്റ്റ് മാജിക് റിംഗ് ചെയ്യാം. ചെറിയൊരു മാജിക് റിംഗ് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യാണിനെ നമുക്കിങ്ങനെ ചുറ്റി മാജിക് റിംഗ് ചെയ്യാം. മാജിക് റിംഗ് ചെയ്യേണ്ട ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ക്രൂഷ്യ ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ എല്ലാ ബേസിക് സ്റ്റിച്ചസും ഉണ്ടായിരിക്കും. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സ്റ്റിച്ചസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാവും കേട്ടോ. ഫസ്റ്റ് ഒരു നോട്ട് ഇട്ട് നമുക്ക് മാജിക് റിങ്ങിനെ സെക്യൂർ ചെയ്യണം. ഇതാണ് മാജിക് റിംഗ്. എപ്പോഴും കുറച്ച് യാണ് നീളത്തിൽ വിട്ടിട്ട് വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് സെക്യൂർ ചെയ്യാനായിട്ടുള്ള നീളം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഊരിപ്പോരും കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊക്കെ യാണ് വിടുവാണെങ്കിൽ ഊരിപ്പോകും. മാജിക് റിംഗ് ചെയ്തിട്ട് ഈ റിങ്ങിനുള്ളിൽ ഇനി 10 സിംഗിൾ ക്രൂഷ്യ ചെയ്യണം. 10 സിംഗിൾ ക്രൂഷ്യ ചെയ്യണം. One, 2, 3, 4, 5, 6, 7, 8, 9, 10 സിംഗിൾ ക്രൂഷ്യ ചെയ്യണം. 10 സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ട് ഈ ടെയിൽ യാൺ ഉണ്ടല്ലോ, ഈ ടെയിൽ യാണിനെ വലിച്ച് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. നല്ലതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ. മാക്സിമം എത്രത്തോളം നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യ ഉണ്ടല്ലോ, ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യ. ഇതാണ് ഈ ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യ. ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യ എടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് യാണിൻ ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ഈ സിംഗിൾ ക്രൂഷ്യ നമ്മൾ മാജിക് റിംഗിൽ ചെയ്ത ഫസ്റ്റ് റൗണ്ടാണ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിൽ ഇതാണ് ഫസ്റ്റ് സിംഗിൾ ക്രൂഷ്യ. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് 3 ചെയിൻ. 1, 2, 3 3 ചെയിൻ സ്റ്റിച്ച് ഇടണം. 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്തില്ലേ, ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഡബിൾ ക്രൂഷ്യ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് ലൂപ്പിനെ ഹോൾഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഹുക്കിൽ ഒരിക്കൽ യാണിനെ ചുറ്റിയിട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്ത് മാക്സിമം എത്ര വലിക്കാൻ പറ്റുമോ അത്രത്തോളം വലിച്ചെടുത്തിട്ട് ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുണ്ട്. 1, 2, 3 ഇങ്ങനെ 3 ലൂപ്സ് ഉണ്ട്. നോക്കിക്കൂടെ 1, 2,
3. ഇങ്ങനെ 3 ലൂപ്പുണ്ട്. ഈ 3 ലൂപ്പിലും ഫസ്റ്റ് 2 ലൂപ്പിൽ മാത്രം യാണിനെ വലിച്ച് പുറത്തെടുക്കണം. പുറത്തെടുത്തിട്ട് ലാസ്റ്റ് ലൂപ്പിനെ ഹോൾഡ് ചെയ്യണം. ലൂപ്പ് ക്ലോസ് ചെയ്യാതെ ലാസ്റ്റ് ലൂപ്പിനെ ഹുക്കിൽ തന്നെ ഹോൾഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വീണ്ടും സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ടൈംസ് കൂടി ഇതുപോലെ ചെയ്യണം. വീണ്ടും ഹുക്കിൽ യാണിനെ ചുറ്റിയിട്ട് സെയിം സ്റ്റിച്ചിനുള്ളിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കണം. എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 1 2 3 4 ലൂപ്സ് ഉണ്ട്. ഫസ്റ്റ് 2 ലൂപ്പിൽ മാത്രം ഹുക്കിനെ വലിച്ച് പുറത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ആണ് ഉള്ളത്. വീണ്ടും ഒരിക്കൽ കൂടി സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്കിൽ യാണിനെ ചുറ്റിയിട്ട് സെയിം സ്റ്റിച്ചിനുള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കണം. എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 1 2 3 4 5 ലൂപ്സ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് 2 ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ വലിച്ച് പുറത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 4 ലൂപ്സ് ആണുള്ളത് കണ്ടോ. ഇനി വീണ്ടും നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിൽ 3 ടൈംസ് ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സ്റ്റിച്ച് ഇതാണ്, തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ. ആദ്യം നമ്മൾ ചെയ്തത് സെയിം സ്റ്റിച്ചിലാണ്, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയിൻ 3 ഇട്ടിട്ട് 3 ടൈംസ് യാണ് വലിച്ചെടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് 3 ടൈംസ് യാണ് വലിച്ചെടുക്കണം തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ. ഈ സ്റ്റിച്ചിൽ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലാണ് ഹുക്കിൽ യാണിനെ ചുറ്റണം. ചുറ്റിയിട്ട് ഇൻസേർട്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കണം. എടുത്ത് ഫസ്റ്റ് 2 ലൂപ്പിനുള്ളിൽ കൂടിയും പുറത്ത് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 5 ലൂപ്സ് ഉണ്ട് കണ്ടോ. 1 2 3 4 5 ലൂപ്സ് ഉണ്ട്. വീണ്ടും 2 പ്രാവശ്യം കൂടി ഇതുപോലെ ചെയ്യണം. യാണ് വലിച്ചെടുത്തിട്ട് ഫസ്റ്റ് 2 ലൂപ്സ്. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 6 ലൂപ്സ് ഉണ്ട് കണ്ടോ. 1 2 3 4 5 6. ഇനി വീണ്ടും സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കണം. എടുത്ത് ഫസ്റ്റ് 2 ലൂപ്സിനുള്ളിൽ കൂടിയും പുറത്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 1 2 3 4 5 6 7 ലൂപ്സ് ഉണ്ട്. ഈ 10 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടിയും യാണിനെ വലിച്ച് പുറത്ത് കൊണ്ടുവരണം. ഇത് നമ്മുടെ ഫസ്റ്റ് പെറ്റലാണ്, ഫ്ലവറിൻ്റെ ഫസ്റ്റ് പെറ്റലാണ്. ഇനി 3 നമ്മൾ വലിച്ചെടുത്തില്ലേ, ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് ഈ പെറ്റലിനെ നമുക്ക് സെക്യൂർ ചെയ്യണം. ഒരു സ്റ്റിച്ച് ഇട്ട് എല്ലാ യാൺസും ചേർത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് നമ്മൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് തൊട്ടടുത്തുള്ള സെയിം സ്റ്റിച്ചിൽ ഇടാൻ പാടില്ല. ഇതാണ് തൊട്ടടുത്തുള്ള സ്റ്റിച്ച്. ഇത് തൊട്ടടുത്തുള്ള 2 സ്റ്റിച്ച്. ഇനി ഈ 2 സ്റ്റിച്ചിലാണ് അടുത്ത് നമ്മളിനി സെക്കൻഡ് പെറ്റൽ ചെയ്യാൻ പോകുന്നത്. ചെയിൻ 3 ഇട്ടിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് പെറ്റലിന് നമുക്ക് സെക്യൂർ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത്, സെയിം സ്റ്റിച്ചിലല്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പെറ്റൽ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നെക്സ്റ്റ് ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് ഈ സെയിം സ്റ്റിച്ചിൽ 3 ടൈംസ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിക്കണം. 1 2 3 ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇതുപോലെ 3 ടൈംസ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിക്കണം. 1 നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് തൊട്ടടുത്തുള്ള നെക്സ്റ്റ് സ്റ്റിച്ചിൽ 3 ടൈംസ്
2 3. ഇനി ഈ 7 ലൂപ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 7 ലൂപ്സ് ഉണ്ടായിരിക്കും. ഈ 7 ലൂപ്സിലും ചേർത്ത് യാണ് വലിച്ചെടുക്കണം. ഇത് സെക്കൻഡ് പെറ്റൽ. ഒരു സ്റ്റിച്ച് ഇട്ട് യാണിനെ സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്തിട്ട് ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ തൊട്ടടുത്തുള്ള നെക്സ്റ്റ് സ്റ്റിച്ചിൽ, ഇതാണ് നെക്സ്റ്റ് സ്റ്റിച്ച്. ഈ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് സെക്കൻഡ് പെറ്റലിനെ സെക്യൂർ ചെയ്യണം. ഇതാണ് സെക്കൻഡ് പെറ്റൽ. ഇതുപോലെ നമുക്ക് ഇനിയും ഒരു 3 പെറ്റൽസ് കൂടി ചെയ്യണം. ഒരു പെറ്റൽ കൂടി ഞാൻ കാണിച്ചു തരാം. ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ 3 ടൈംസ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കണം. 1 2 3. ഇനി തൊട്ടടുത്തുള്ള നെക്സ്റ്റ് സ്റ്റിച്ചിൽ, ഇതാണ് നെക്സ്റ്റ് സ്റ്റിച്ച്. ഈ നെക്സ്റ്റ് സ്റ്റിച്ചിൽ 3 ടൈംസ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കണം. 1 2 3. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 7 ലൂപ്സ് ഉണ്ടായിരിക്കും. ഈ 7 ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ പുറത്ത് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് സെക്യൂർ ചെയ്യണം. നെക്സ്റ്റ് ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് തൊട്ടടുത്തുള്ള നെക്സ്റ്റ് സ്റ്റിച്ചിൽ, തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് തേർഡ് പെറ്റലിനെ സെക്യൂർ ചെയ്യണം. നമ്മുടെ തേർഡ് പെറ്റലും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി 2 പെറ്റൽസ് കൂടി ചെയ്യണം. ഇതുപോലെ ഇനി 2 പെറ്റൽസ് കൂടി ചെയ്തിട്ട് നമുക്ക് കാണാം. നമ്മൾ ഫ്ലവറിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് പെറ്റലാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി സ്റ്റിച്ച് ഇടാനുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി സ്റ്റിച്ച് ഇടാം. 3 ടൈംസ് നമുക്ക് യാണ് വലിച്ചെടുക്കണം. 1 2 3 3 ടൈംസ് യാണ് വലിച്ചെടുക്കണം. അപ്പോൾ ടോട്ടലായിട്ട് നമ്മുടെ ഹുക്കിൽ ഇപ്പോൾ 7 പെറ്റൽസ് ഉണ്ട്. യാണ് വലിച്ച് ഈ 7 ലൂപ്പോടെ ഈ 7 ലൂപ്പിനുള്ളിൽ കൂടി നമുക്ക് പുറത്ത് കൊണ്ടുവരണം. ഒരു ചെയിൻ ഇട്ട് പെറ്റലിനെ സെക്യൂർ ചെയ്യുക. എന്നിട്ട് ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ചെയിൻ 3 ചെയ്തില്ലേ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 3 ചെയ്തില്ലേ, അവിടെ നമ്മൾ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ഈ ഫസ്റ്റ് നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് വരുന്നത്. ഈ ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ആ പ്ലേസിൽ, ആ സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമുക്ക് ഫ്ലവറിൻ്റെ ക്ലോസ് ചെയ്യണം. ഒരു ചെയിൻ 1 ഇട്ടിട്ട് നിങ്ങൾക്ക് യാണ് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ചെയിൻ 1 ഇടുന്നില്ല, അല്ലാതെ യാണ് കുറച്ച് നീളത്തിൽ വലിച്ചെടുത്തിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്തിട്ട് ഈ യാണിനെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 പെറ്റൽസും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, 5 പെറ്റൽസും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ യാണിനെ പുറകിലോട്ട് കൊണ്ടുവരണം. ഹുക്കിനെ ഏതെങ്കിലും ഒരു സൈഡിൽ, എൻ്റെ സൈഡിൽ കൂടെ കുത്തി മുകളിലോട്ട് എടുത്തിട്ട് ഈ യാണിനെ പുറകിലോട്ട് വലിച്ച് കൊണ്ടുവരണം. ഓക്കെ, നമുക്കിനി ബാക്കിൽ ടൈ ചെയ്ത് സെക്യൂർ ചെയ്യാം. പഫ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
പഫ് ഫ്ലവർ റെഡി ആയില്ല, 5 പെറ്റൽസും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ 5 പെറ്റൽസും റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിനെ നമുക്ക് ബാക്കിൽ നിൽക്കുന്ന ഈ 2 യാണിനെ നമുക്ക് ടൈ ചെയ്ത് സെക്യൂർ ചെയ്യാം. ഇനി നമ്മൾ ഡെക്കറേഷനിൽ ഗ്ലൂ ചെയ്യാനാണ് പോകുന്നത്, അപ്പോൾ കുറച്ചുകൂടി അത് സെക്യൂർ ആയിരുന്നോളും. ഇപ്പോൾ ഇങ്ങനെ ടൈ ചെയ്യുമ്പോൾ കുറച്ച് സെക്യൂർ ആകും, ഇളകി പോരില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ സെൻറ്ററിലുള്ള യെല്ലോ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ഇനി യെല്ലോ കളർ യാൺ എടുക്കുക. ഈ ഫ്ലവറിനെ നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് യെല്ലോ കളർ യാൺ എടുക്കണം. യെല്ലോ കളർ യാൺ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മാജിക് റിംഗ് ചെയ്യണം. ആദ്യം ചെറിയൊരു മാജിക് റിംഗ് ചെയ്യണം. ഫസ്റ്റ് ഒരു നോട്ട് ഇട്ട് മാജിക് റിങ്ങിനെ സെക്യൂർ ചെയ്യാം. നമ്മൾ മാജിക് റിംഗ് സെക്യൂർ ചെയ്യാൻ ചെയ്ത നോട്ടിനെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചായിട്ട് അസ്യൂം ചെയ്യണം. ഇനി വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇടണം. ടോട്ടലായിട്ട് നമ്മളിവിടെ 2 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടത്. 2 ചെയിൻ സ്റ്റിച്ച് മതി. ഈ ഹുക്കിൽ യാണിനെ ചുറ്റിയിട്ട് ഈ റിങ്ങിനുള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കുക. വലിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യണം. വീണ്ടും ഹുക്കിൽ യാണിനെ ചുറ്റണം. ചുറ്റിയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കണം. ഇങ്ങനെ ടോട്ടലായിട്ട് നമ്മൾ 5 ടൈംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ടോട്ടലായിട്ട് നമ്മൾ 5 ടൈംസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ടൈംസ് ചെയ്തു. ഇനി തേർഡ് 1 3 4 5. നമ്മൾ 5 പ്രാവശ്യമാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്തത്. ഇനി ഈ ലൂപ്പിനുള്ളിൽ കൂടി, എല്ലാ ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ അങ്ങനെ വലിച്ച് പുറത്ത് കൊണ്ടുവരണം. പുറത്ത് കൊണ്ടുവന്നിട്ട് ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്യണം കേട്ടോ. ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്യണം. വീണ്ടും ഒരു ചെയിൻ കൂടി ഇടണം. ഇനി ഈ ടെയിൽ സൈഡിനെ വലിച്ച് ഈ റിങ്ങിനെ ക്ലോസ് ചെയ്യണം. മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. മാക്സിമം എത്ര വലിക്കാൻ പറ്റുമോ അത്രത്തോളം വലിച്ച് ക്ലോസ് ചെയ്യണം. ഈ യാണിനെ കുറച്ച് നീളത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇത് പുറത്തെടുക്കണം. ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലവർ എടുക്കണം. ഫ്ലവർ എടുത്തിട്ട് ഫ്ലവറിൽ നമുക്ക് ഈ സെൻറ്റർ യെല്ലോ സെൻറ്ററിനെ അറ്റാച്ച് ചെയ്യണം. ഗ്ലൂ ചെയ്തും അറ്റാച്ച് ചെയ്യാം, അല്ലാതെ ടൈയും ചെയ്യാം. ഗ്ലൂ ചെയ്ത് ടൈയും ചെയ്യാം. എങ്ങനെയാണ് ഫ്ലവറിൽ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. സെൻറ്റർ പാർട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. എടുത്തിട്ട് ഈ സെൻറ്റർ പാർട്ട് എടുത്തിട്ട് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ വയ്ക്കാം. വച്ചിട്ട് ഈ 2 സൈഡിലുള്ള ടെയിൽ സൈഡ് ഇരിക്കുന്നുണ്ടല്ലോ, യാണിൻ്റെ ടെയിൽ ഇരിക്കുന്നില്ലേ, അതിനെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ അടിയിലോട്ട് കൊണ്ടുവന്ന് നമുക്ക് ടൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലവറിൻ്റെ സൈഡിൽ കൂടി ഹുക്കിങ്ങിനെ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ ഇതിനുള്ളിൽ കൂടി വലിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നെക്സ്റ്റ് സൈഡിലും ചെയ്യണം. എന്നിട്ട് ഈ യാണിനെ ഇങ്ങനെ വലിച്ച് അടിയിൽ കൂടി കൊണ്ടുപോകണം. ചെറിയ ഹുക്കായത് കൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത്. 2 mm സൈസ് ഹുക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2 mm സൈസ് ഹുക്ക് യൂസ് ചെയ്തും ഇതുപോലെ യാണിനെ ഇങ്ങനെ വലിച്ചെടുക്കാവുന്നതാണ് കേട്ടോ.
ഈ രണ്ട് സൈഡ് നല്ലതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്യണം. അപ്പോൾ അടുക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഇരുന്നോളും. കണ്ടോ? ഇവിടെ വേണമെങ്കിൽ ഗ്ലൂവും ചെയ്യാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂവും ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലൂ ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ ടൈ മാത്രം തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിൽ ടൈ ചെയ്യാം, നല്ലതുപോലെ ടൈ ചെയ്താൽ മതി, സെക്യൂറായി ഇരുന്നു. ഇനി നമുക്ക് ഈ ബാലൻസ് യാണിനെയൊക്കെ കട്ട് ചെയ്ത് കളയാം. പഫ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ ഫ്ലവേഴ്സ് വേണ്ടിയുണ്ട്. ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് കൂടി ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് ഡെക്കറേഷൻ എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ കൂടി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. കുഞ്ഞു പിള്ളേർക്ക് ഫ്രോക്കൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ ഫ്ലവർ നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ, ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി അറ്റാച്ച് ചെയ്ത് വെച്ചാലും ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ചെയ്യാം. ഹെയർ ക്ലിപ്പ് ചെയ്യാം, കമ്മൽ ചെയ്യാം, ഹെഡ് ബാൻഡ് ചെയ്യാം, ടേബിൾ മാറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രോജക്ട്സ് നമുക്ക് ഈ ഫ്ലവർ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. എന്താണ് ആ ഹോം ഡെക്കറേഷൻ എന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആ ഹോം ഡെക്കറേഷൻ്റെ ട്യൂട്ടോറിയലും കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കുറച്ച് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ക്രോഷേ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പേരും പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.